യുഎസിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുകയാണ് യുഎസ് ഭരണകൂടം. അതിനിടെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2010-ൽ 102 പേരാണ് യുഎസിലേക്ക് അനധികൃതമായി കുടിയേറിയത്. അതും ഡെങ്കി റൂട്ടിലൂടെ. യുഎസിലൂടെ അനധികൃതമായി കുടിയേറാൻ വേണ്ടി ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദുർഘട പാതയാണ് ഡെങ്കി റൂട്ട്. ഈ റൂട്ടിലൂടെ നിയമവിരുദ്ധമായി യുഎസിലെത്താൻ ശ്രമിച്ച 102 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 15 വർഷമായി ഇവരുടെ യാതൊരു വിവരവുമില്ലെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. ഇതിൽ 40 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടന്നെങ്കിലും ഇതിൽ യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് സ്വദേശിയായ രവീന്ദ്ര സിംഗിന്റെ മകൻ ദിൽജിത് സിംഗ് തന്റെ 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് യുഎസിലേക്ക് പോകുന്നത്. 2015-ലാണ് ദിൽജിത്ത് നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ഏജന്റ് മുഖേന 20 ലക്ഷം രൂപയാണ് മകനെ യുഎസിലേക്ക് അയക്കാൻ വേണ്ടി കുടുംബം ചിലവഴിച്ചത്. ആദ്യം മെക്സിക്കോ, പിന്നീട് US എന്നായിരുന്നു ഏജന്റ് വാഗ്ദാനം നൽകിയിരുന്നത്. ആദ്യം അഡ്വാൻസായി നൽകിയത് 5 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്ന് നേരെ എത്തിച്ചത് മനഗ്വയിലേക്കായിരുന്നു. തുടർന്ന് വീണ്ടും ഏജന്റ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 10 ദിവസങ്ങൾക്ക് ശേഷം മകൻ ഗോട്ടിമാലയിൽ എത്തിയെന്ന് വിവരം ലഭിച്ചു. അതിനുശേഷം ഏജന്റിന്റെ ആവശ്യപ്രകാരം വീണ്ടും 7 ലക്ഷം രൂപ നൽകി. മകൻ എത്തിയാൽ വിവരം എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മകന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടന്നിരുന്നു. ഇതിനുവേണ്ടി തങ്ങളുടെ രക്തസാമ്പിളുകളും സ്വീകരിച്ചു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. EDയും അന്വേഷണം നടത്തുന്നുണ്ട്. CBIയുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചന കിട്ടുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. പക്ഷെ ഇതുവരെ ആ ഏജന്റിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നും ഇവർ പറയുന്നു. സംഭവത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിഭാഷകയായ സുഖ്പ്രീത് ഗ്രവാൾ പ്രതികരിച്ചിരുന്നു. യുവാക്കളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാണാതായവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ കുടുംബത്തിന് കൃത്യമായ ധാരണ ലഭിച്ചിട്ടില്ല. ദിൽജിത് സിംഗിന്റെ കുടുംബം സമർപ്പിച്ച പരാതിയിൽ ഏജന്റുമാരുടെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. എന്നാൽ പോലീസ് പിന്നീട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് 2013-ൽ നൽകിയ പരാതിയിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നടത്തിയ ഇടപെടലാണ് CBI അന്വേഷണത്തിന് വഴിവെച്ചത്. ഇതിനിടെ അനേകം കുടുംബങ്ങളും ഇതേ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു. അതേസമയം 2012-ൽ 102 പാസ്പോർട്ടുകളുമായി ഒരു യുവാവിനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ കാണാതായവരുടെ പാസ്പോർട്ടും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഡൽഹിയിലെ സംഭവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യുവാക്കളെ ദോഹയിൽ എത്തിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇമിഗ്രേഷൻ രേഖകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അഭിഭാഷക വ്യക്തമാക്കുന്നത്.